നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ യോഗപ്രകരണം. ഇവിടെ യോഗപ്രകരണത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗ നിരൂപണമാണ്. 4 ഗ്രഹങ്ങളുടെ യോഗം. ഇവിടെ ചതുർഗ്രഹങ്ങളിൽ പ്രധാന കേന്ദ്രഗ്രഹങ്ങളായി വരുന്നത് 2 ശുഭഗ്രഹങ്ങളാണ്. ഗുരു ശുക്രന്മാരാണ്. 2 പാപഗ്രഹങ്ങൾ, സൂര്യനും ശനിയും. ആദ്യം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ഈ യോഗവുമായി പ്രതിപാദിക്കപ്പെട്ട ശ്ലോകം ശ്രദ്ധിക്കുക. ലുബ്ധ കവി പ്രധാന കാരുകനാഥോദിപശ്ച നീജാനാം ആദിത്യാർക്കിശിതാര്യൈ ജാതഃ രാജ്ഞാം ഭവേദിഷ്ട. ആദിത്യ അർക്ക സിത ആര്യൈ ജാതഃ. ആദിത്യൻ സൂര്യൻ, അർക്കി അർക്കസ്യ പുത്ര അർക്കി, അർക്കസ്യ അപത്യം പുമാൻ അർക്കി. സൂര്യപുത്രൻ ശനി, പിന്നെ സിതഃ ശുക്രൻ, ആര്യഃ. ആര്യഃ കഃ ഭവതി? ആര്യഃ എന്നാൽ വ്യാഴം. ഈ 4 ഗ്രഹങ്ങളെയും സംയോഗത്തിലൂടെ, കൂടിച്ചേരലിലൂടെ ഉണ്ടാകുന്ന മനുഷ്യൻ ആരായിത്തീരുന്നു? സഹ ലുബ്ധഃ ഭവതി. അയാൾ ലുബ്ധനാണ്. കാശ് ഇറക്കാൻ അദ്ദേഹത്തിന് വലിയ പ്രയാസമാണ്, മൈസറാകുന്നു. എത്ര കാശുണ്ടെങ്കിലും കാശ് ഇറക്കില്ല. അങ്ങനെയുള്ള ധാരാളം വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എത്ര കാശുണ്ടെങ്കിലും കാശ് കെട്ടി 6 അടി മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോകാമെന്ന് കരുതും. തൻ്റെ കാശും തൻ്റെ ആഭരണങ്ങളും സ്വർണങ്ങളും രത്നങ്ങളുമെല്ലാം പറ്റുമോ? ഒരിക്കലുമില്ല. അവസാനം മരണസമയത്ത് പലപ്പോഴും ബാലകന്മാരുടെ ചേഷ്ടകളാണ് മരിക്കാൻ പോകുന്ന വ്യക്തിയും കാണിക്കുക. ശരീരം അങ്ങനെ, ഗാത്രം സങ്കുചിതം ഗതിർ വികലിത. ശരീരം ചുക്കിച്ചുളിഞ്ഞ് കുട്ടി അങ്ങനെ ജനിക്കുന്നു. എപ്രകാരമാണ് ജനനം, ആ രീതിയിലാകും മരിക്കുമ്പോഴും. അത് പ്രപഞ്ച നിയമമാണ്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും 6 അടി മണ്ണിലാണ് പോവുക. കവിഹി, അദ്ദേഹം രചനാ കർത്താവാണ്, നല്ല കവിയാണ്. പിന്നെ പ്രധാനനാണ്. അദ്ദേഹം സദസ്സിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയിരിക്കുന്നു. എല്ലാ കഴിവുമുണ്ട്, കവിത്വമുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കാരുകനാഥോധിപ, ശില്പങ്ങളുടെ അധിപനാണ്. ശില്പവിദ്യയിൽ ഇദ്ദേഹം അങ്ങേയറ്റം പാരംഗതനാണ്. അങ്ങേയറ്റം ആ മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് എന്നാണ്. കാരുകനാഥ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് നീജാനാം അധിപ, അദ്ദേഹം നീചന്മാരുടെ നേതാവാണ്. അടിച്ചമർത്തപ്പെട്ട വ്യക്തികളുടെ നേതാവായി അദ്ദേഹം വരും. ബോംബെയിലൊക്കെ ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി, രാംദാസ് അഥാവാലെ. അദ്ദേഹമൊക്കെ തെരുവിലെ ആളുകളെ സംഘടിപ്പിക്കാനാണ്. ഠാണ എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. രാംദാസ് അഠാവലെ ഇന്ന് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. BJP മിനിസ്ട്രിയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. പിന്നീട് ഈ വ്യക്തി രാജ്ഞാം ഭവേദിഷ്ട, രാജാവിൻ്റെ ഇഷ്ടപ്പെട്ട ആളാകുന്നു. രാജാവിന് ഇദ്ദേഹത്തിനോട് വളരെയധികം മമതയാണ്. ഈ കഴിവുകളൊക്കെ കാരണം ഒറ്റ ദോഷമേ ഉള്ളൂ, ഇദ്ദേഹം വളരെയധികം തൻ്റെ ലുബ്ധ് പ്രകടിപ്പിക്കും. പിശുക്കനാണ്. ചിലർക്ക് എത്ര കാശുണ്ടായിട്ടും കാര്യമില്ല, അദ്ദേഹം പിശുക്ക് പ്രകടിപ്പിക്കും. മലയാളത്തിലൊരു വലിയ ഗായകനുണ്ട്, അദ്ദേഹത്തിനെ പറ്റി സ്ഥിരം പല ആർട്ടിക്കിളും കാണാം. അദ്ദേഹം പാട്ട് പാടുന്നതിന് അദ്ദേഹത്തിൻ്റെ റേറ്റൊക്കെ പറയും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അദ്ദേഹം പറയുക, കാറ് താഴെയുണ്ട്, അതിൻ്റെ വാടക കൊടുത്തേക്കൂ എന്ന് പറയാറുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ലുബ്ധ് അത് ചിലർക്ക് ജീവിതത്തിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. ഒരു കാശ് ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും വിമിഷ്ടങ്ങളും. ധനാനാം ആർജനേ ദുഃഖം ആർജിതാനാം രക്ഷണേ ആയേ ദുഃഖം വ്യയേ ദുഃഖം അർത്ഥയ്ക്കും ദുഃഖ കാരണം. ധനം സമ്പാദിക്കുവാൻ വളരെയധികം പ്രയാസമുണ്ട്. ആ സമ്പാദിച്ച ധനത്തെ സംരക്ഷിക്കുവാനും വലിയ ബുദ്ധിമുട്ടാണ്. ആയേ ദുഃഖം, ധനം വരുമ്പോഴും ദുഃഖമാണ്. വ്യയേ ദുഃഖം, ചെലവഴിക്കുമ്പോഴും ദുഃഖമാണ്. അർത്ഥയ്ക്കും ദുഃഖ കാരണം, ദുഃഖത്തിന് കാരണമായിട്ടാണോ ധനത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് കവി. അതിനാൽ മറ്റെല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ പിശുക്ക് അതൊരു ദോഷമല്ല. ഏകോഹി ദോഷോ ഗുണസന്നിപാതി നിമജ്ജതിന്തോ കിരണേഷിവാംഗ, അല്ലെ? അനന്തരത്നപ്രഭവസ്യ, കുമാരസംഭവത്തിലെ വലിയ ശ്ലോകമാണ്. അനന്തങ്ങളായ രത്നങ്ങൾ പ്രവാഹിക്കുന്ന ഹിമാലയത്തിന് എന്തുണ്ട്? ദോഷമായി കണക്കാക്കുന്നത് അതിൻ്റെ ആ മഞ്ഞാണ്. അതിനുദാഹരണമായി കാളിദാസൻ ഉപമയാണ്. കാളിദാസൻ പറയുന്നു, ഏകോഹി ദോഷോ ഗുണസന്നിപാതേ. ഒരു വ്യക്തിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്, ഗുണങ്ങളുടെ കൂട്ടമുണ്ട്. അതുണ്ടെങ്കിലും ഒരു ദോഷമല്ല. എപ്രകാരം? നിമജ്ജതിന്തോ കിരണേഷിവാംഗ. ചന്ദ്രൻ അതിമനോഹരനാണ്, സുന്ദരനാണ്. പക്ഷേ ചന്ദ്രൻ്റെ ശരീരത്തിൽ കളങ്കമായി മുഖത്തൊരു കുത്തുണ്ട്. ആ കുത്ത് ചന്ദ്രൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു.
ഹിമാലയത്തിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു ഹിമം. നിങ്ങൾ ഐ വി ശശിയുടെ തുഷാരം എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായി കാശ്മീരിൽ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. രതീഷ് സീമ, ഐ വി ശശിയുടെ സിനിമ. മഞ്ഞേവ മധുവിധ് വേള, അസാധ്യമായൊരു പാട്ടാണ്. ഹിന്ദി പാട്ട് പാടി ബാക്കി പാടുന്നുണ്ട്. ഏതായാലും ഈ യോഗം നല്ലൊരു യോഗമാണ്. നമസ്തേ.